നമസ്കാരം. 471 ദിവസം തുടർച്ചയായി ഹമാസ് ഭീകരവാദികളുടെ തടവിൽ കഴിഞ്ഞ 3 സ്ത്രീകൾ ഇന്നലെ ജയിൽ മോചിതരായി. 471 ദിവസം 15 മാസം അവർ അവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതെ കഴിയുകയായിരുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായി ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിൻ്റെ ഭാഗമായി അവർ മോചിതരായി. ഹമാസ് ഭീകരർ ഇവരെ റെഡ് ക്രോസിന് കൈമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ മുഖത്തെ അസാധാരണമായ തെളിച്ചം, കഴിഞ്ഞ 15 മാസം അനുഭവിച്ച യാതനകൾ ഇനി ജീവിതത്തിൽ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ ലഭിച്ച തെളിച്ചവും പ്രതീക്ഷയും, അത് ഒരു മനുഷ്യായുസ്സിൽ അത്യപൂർവമായി മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. ജീവിതത്തിലേക്ക് മടങ്ങും എന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതിരുന്ന് അവർ മടങ്ങിയെത്തിയിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ കെട്ടിപ്പിടിച്ചാണ് ആഹ്ലാദിച്ചത്. ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ വരുന്ന 6 ആഴ്ച 42 ദിവസം തുടർന്നാൽ ഇനി 30 പേർക്ക് കൂടി തടവിന് പുറത്തേക്ക് വരാൻ കഴിയും. ആകെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന 98 പേരിൽ 33 പേരാണ് വരുന്ന 6 ആഴ്ച കൊണ്ട് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. എങ്കിലും ഉണ്ടാവും 65 പേർ കൂടി ആശങ്കയോടെ കഴിയുന്നത്. ആ 65 പേരുടെ കൂടി മോചനം പൂർത്തിയാകുന്നത് വരെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഭിന്നതയും ഐക്യവും വെടിനിർത്തലുമൊക്കെ ഇങ്ങനെ പേരിനു വേണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഹമാസിനെ തോൽപ്പിക്കുമെന്നും അടിവേര് മാന്തിയെടുത്ത് ചുട്ടുകളയുമെന്നും ബന്ദികളെ മോചിപ്പിക്കുമെന്നും പറഞ്ഞു തുടങ്ങിയ യുദ്ധം 2 ലക്ഷ്യവും സാധിക്കാതെ തോൽവിയോടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞ് മീഡിയവും മാധ്യമവും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ വെടിനിർത്തൽ നടപ്പിലായപ്പോൾ, ഇന്നലെ രാത്രിയിലാണ്, അതായത് ഇന്ത്യൻ സമയം രാത്രിയിലാണ് വെടിനിർത്തൽ നടപ്പിലായപ്പോൾ തന്നെ ചില സൂചനകൾ അല്ലെങ്കിൽ ദുസൂചനകൾ നമ്മൾ കാണുകയുണ്ടായി. ഒന്ന്, വെടിനിർത്തൽ ഏതാണ്ട് 3 മണിക്കൂർ വൈകി. കാരണം ഹമാസ് വിട്ടയക്കുന്നവരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തു പറയാൻ ഒരുങ്ങിയില്ല. ആരൊക്കെയാണ് നിങ്ങൾ വിട്ടയക്കുന്നത് എന്നതിൻ്റെ ലിസ്റ്റ് ഇസ്രായേൽ പലതവണ ചോദിച്ചു, നൽകിയില്ല. ഇന്നലെ രാവിലെ ഇസ്രായേൽ സമയം 9:30-ക്കാണ് വെടിനിർത്തൽ നടപ്പിലാക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് ഇത് ലഭിക്കാതെ വന്നപ്പോൾ ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ബോംബാക്രമണം നടത്തി 19 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതാണ് ഇസ്രായേലിൻ്റെ ശുഷ്കാന്തി. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം 19 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് ഹമാസ് വിട്ടയക്കുന്ന 33 പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. അതിൽ ആദ്യത്തെ 3 പേരെയാണ് ഇന്നലെ കൈമാറിയത്. പകരം ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന 90 ഫലസ്തീൻകാരെ, മിക്കവരും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുള്ളവരാണ്, അവരെ ഇന്നലെ ഇസ്രായേലും വിട്ടയച്ചു. അതിൽ 69 പേർ സ്ത്രീകളും 21 പേർ കൗമാരക്കാരുമാണ്. 3 പേർക്ക് 90 പേരെ പകരം കൊടുത്തു. അത് കുഴപ്പമില്ല. കാരണം ഇസ്രായേലിൻ്റെ ജയിലിൽ ഒരുപാട് ഫലസ്തീനികൾ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഏതാണ്ട് 1000-ഓളം പേരെ ഇസ്രായേൽ വിട്ടുകൊടുക്കാനുണ്ടാക്കിയിരിക്കുന്ന കരാറിൽ അപകടമുണ്ടെന്നാണ് ഇസ്രായേൽ ജനത തന്നെ പറയുന്നത്. ഇസ്രായേലിന് ഒരിക്കലും മറക്കാനും പൊറുക്കാനും കഴിയാത്ത കൊടും ഭീകരർ പോലും ഇസ്രായേൽ ജയിലിൽ നിന്നും ഈ വിട്ടുവീഴ്ചയുടെ ഭാഗമായി പുറത്തേക്ക് വരും. 48 ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട മുഹമ്മദ് അബു വർദ ഇങ്ങനെ വിട്ടയക്കപ്പെടുന്നവരിൽ ഒരാളാണ്. 1996-ൽ ഇസ്രായേലിൽ നടന്ന ഇരട്ട ബസ് ബോംബിൽ 45 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ സൂത്രധാരനായിരുന്നു വർദ. ഈ വർദയും വിട്ടയക്കുന്ന ലിസ്റ്റിൽ ഇടം പിടിച്ചവരിലുണ്ട് എന്നത് ജൂതന്മാരെ ഞെട്ടിക്കുന്നതാണ്. ഖാലിദ ജറാൻ എന്ന പോപ്പുലർ ഫ്രണ്ട് ഫോർ പലസ്തീൻ ലിബറേഷൻ എന്ന ലെഫ്റ്റ് വിങ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ദീർഘകാലമായി ജയിലിലാണ്. വിചാരണയോ ശിക്ഷയോ പൂർത്തിയായിട്ടില്ല. വിട്ടയക്കപ്പെടുന്നവരിലുണ്ട് വസീം അബ്ബാസി, മുഹമ്മദ് ഒഡേ, വെയിൽ ഖാസിം എന്നീ 3 പേർ 2002 മുതൽ വിവിധ കൊലപാതക കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് വിവിധ ഘട്ടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 30ഓളം ഇസ്രായേലിൽ പൗരന്മാരുടെ ജീവൻ എടുത്തതിൻ്റെ ഉത്തരവാദികളായി ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവരാണ്. ഇവരും ജയിൽ മോചിതരാവുകയാണ്. ഇങ്ങനെ കൊടും കുറ്റവാളികളടക്കം 1000-ഓളം പേരെയാണ് വിട്ടയക്കുന്നത്. വാസ്തവത്തിൽ ഇസ്രായേലിൽ ആഭ്യന്തര പ്രശ്നമുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇസ്രായേൽ ആഭ്യന്തരമന്ത്രി ഇദാവിൻ ബെൻവിർ രാജിവെച്ചു. ഏതാണ്ട് 3ഓളം മന്ത്രിമാർ രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു തീരുമാനം
വാസ്തവത്തിൽ ഇസ്രായേലിലെ ഭൂരിപക്ഷം ജനതയ്ക്കും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിയാതിരുന്നത് അവരുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഹമാസിൻ്റെ വിലപേശലിന് മുൻപിൽ തല താഴ്ത്തുന്നതിനെ ഇസ്രായേലിനെ നിർബന്ധിപ്പിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണ പരാജയമല്ല. അവരുടെ അന്തിമ ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും തടവുകാർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 700ഓളം ഇസ്രായേലി പട്ടാളക്കാർ യുദ്ധം തുടങ്ങിയതിനു ശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇറാനെ പൂർണ്ണമായും ദുർബലമാക്കാൻ അവർക്ക് സാധിച്ചു. ഇറാൻ ലോകത്തിന് തന്നെ ഭീഷണിയായി വളർന്നു വരുമ്പോൾ ഇറാന് തന്ത്രപരമായ പരാജയം നൽകാൻ തെഹ്റാനിൽ കടന്നു കയറി ഇസ്മയിൽ ഖനിയെ കൊന്നതടക്കമുള്ള നിലപാടുകൾ അവർക്ക് സാധിച്ചു. ഇസ്മയിൽ ഖനിയെയും യാഹിയ സിൻവറും അടക്കം ഹമാസിൻ്റെ മുൻനിര നേതാക്കന്മാരിൽ മിക്കവരെയും വകവരുത്തി. ഹിസ്ബുള്ളയുടെ തലവനെ ഇല്ലാതാക്കി, നിശബ്ദരാക്കി. ലെബനനെ കൂടുതൽ ദുർബലമാക്കി, ഭീകരവാദികൾക്ക് താവളമടിക്കാനുള്ള അവസരം ഇല്ലാതാക്കി. സിറിയയെ ഛിന്നഭിന്നമാക്കി ഇസ്രായേലിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഗോലൻ കുന്നുകൾ അടക്കമുള്ളവ പൂർണ്ണമായും ഇസ്രായേൽ കൈവശപ്പെടുത്തി. ഈ 15 മാസത്തിനിടയിൽ ഇസ്രായേൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം സാധിച്ചില്ല. വെടിനിർത്തൽ നിലവിൽ വരികയും ഇസ്രായേൽ സേനാ പിന്മാറ്റം ആരംഭിക്കുകയും ചെയ്തതോടെ ഹമാസ് മാളത്തിൽ നിന്നും പുറത്തേക്ക് തലപൊക്കി രംഗത്തിറങ്ങിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ ഖാൻ യൂനിസിൽ കൂറ്റൻ പ്രകടനമാണ് നടന്നത്. ആഹ്ലാദ വിജയ പ്രകടനം. ഈ പ്രകടനത്തിൽ AK-47 തോക്കുകൾ അടക്കമുള്ള ഗ്രനേഡുകൾ അടക്കമുള്ള ഉപകരണങ്ങളോടെ മുഖംമൂടി ധരിച്ച് ഹമാസ് യൂണിഫോം അണിഞ്ഞ് നൂറുകണക്കിന് ഹമാസ് നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. അതായത് ഇസ്രായേൽ സേന ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഹമാസിൻ്റെ നേതാക്കളും അവരുടെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഭീകരരുമൊക്കെ ഇന്നലെ പെട്ടെന്ന് തലപൊക്കി ഗാസ തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി. ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതായത് ഹമാസിനൊന്നും സംഭവിച്ചിട്ടില്ല, ഹമാസ് അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം. എന്നാൽ ഇസ്രായേൽ തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു എന്ന നിഗമനത്തിൽ എത്തിയവരുമുണ്ട്. ഇസ്രായേലിന് ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിച്ചില്ല. തുരങ്കങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാനും സാധിച്ചില്ല. ആ രണ്ട് തന്ത്രപരമായ പരാജയത്തിന് വില കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്തതാവാം. ഹമാസിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് തലപൊക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഹമാസ് അവിടെ സജീവമാണ് എന്ന് വ്യക്തം. മാത്രമല്ല ഇന്നലത്തെ ബന്ദികളുടെ മോചനത്തിലും ഹമാസ് മുതലെടുപ്പിന് ശ്രമിച്ചു. ഇത്തരം തന്ത്രങ്ങൾ അവർക്ക് നന്നായിട്ടറിയാം. ബന്ദികളുടെ കയ്യിൽ അവരൊരു ബാഗ് കൊടുത്തുവിട്ട ബാഗിൽ ഫലസ്തീൻ എന്ന് എഴുതിയിരുന്നു. അവരുടെ കഴുത്തിൽ നെക്ലേസ് ഉണ്ടായിരുന്നു. നെക്ലേസിൽ ഈ ഹമാസിൻ്റെ കൊടിയായിരുന്നു ആ നെക്ലേസിനായി ഉപയോഗിച്ചത്. മാധ്യമങ്ങൾ മുഴുവൻ ഈ ബന്ദികളുടെ മോചനത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവർ ഫലസ്തീൻ്റെ അടയാളങ്ങൾ കൂടി അവശേഷിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. മാത്രമല്ല ഈ കഴിഞ്ഞ 15 മാസം നീണ്ട അവരുടെ യാതന നിറഞ്ഞ ജീവിതത്തിൻ്റെ ഓർമ്മകളുടെ ചിത്രങ്ങൾ പകർത്തി സമ്മാനമായും കൊടുത്തുവിട്ടു ഹമാസ്. ആ അർത്ഥത്തിൽ ഹമാസ് ഒരു പരിധിവരെ വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ പോയ ഇസ്രായേൽ വെറുതെ ഇരിക്കുമെന്ന് കരുതേണ്ടതില്ല. പെട്ടെന്ന് തലപൊക്കിയ ഹമാസ് ഭീകരർ മുഖം മൂടി ധരിച്ചാലൊന്നും ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ തലപൊത്തിയ ഓരോരുത്തരുടെയും പിന്നാലെ ഇസ്രായേൽ ഉണ്ടാവുമെന്ന് തീർച്ച. ബന്ദികളുടെ മോചന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായാൽ പിന്നെ വീണ്ടും അവർ അന്തിമ യുദ്ധം ആരംഭിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അവരുടെ അതിർത്തി കടന്ന് 1200 പേരുടെ ജീവൻ കൊത്തിപ്പറിച്ച ഹമാസ് ഭീകരർ 200-ലധികം പേരെ തട്ടിക്കൊണ്ടുപോയ വല്ലാത്ത ദുസ്ഥിതിയിൽ ഏതുതരം വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയാലും ഹമാസിനെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഇസ്രായേലിന് അനുവദിക്കാൻ കഴിയില്ല. എന്നായിരിക്കും ഹമാസിനെ അന്ത്യം ഇസ്രായേൽ കുറിക്കുന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരു ഉത്തരമേ ഉള്ളൂ. ഹമാസിൻ്റെ കൈവശമിരിക്കുന്ന ബാക്കി തടവുകാരെ കൂടി വിട്ടുകിട്ടണം. അവരെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ മോചിതരാകുന്ന 33 പേരിൽ നിന്നും സൂചനകൾ എടുത്തുകൊണ്ട് വലിയൊരു ഓപ്പറേഷനിലൂടെ ബാക്കിയുള്ളവരെ മോചിപ്പിക്കാനും ഇസ്രായേൽ പരിശ്രമിച്ചെന്ന് വരാം. ലോകത്തിൻ്റെ ഏതു കോണിൽ പോയി ഒളിവിൽ താമസിച്ചാലും സുരക്ഷിതമല്ല ഇസ്രായേലിൻ്റെ ശത്രുക്കൾ എന്നവർ മുമ്പ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും അതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ രംഗത്തിറങ്ങും. ഹമാസിൻ്റെ അടിവേര് പറിച്ച്
ചുട്ടരിക്കാൻ